ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. നഷ്ടപ്പെടലുകൾ എപ്പോഴും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയേറെ വേദനാജനകമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഒരു മെസ്സേജ് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടത് പങ്കുവെക്കാമെന്ന്. ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു. നമ്മൾ ബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വളരെ വേദനകളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളോ മാതാപിതാക്കളോ സമ്പത്തോ വീടോ എന്ത് തന്നെ ജോലിയോ അല്ലെങ്കിൽ മക്കളെയോ നഷ്ടപ്പെടലുകൾ വേർപാടുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ വേദനാജനകമാണ്. എന്നാൽ ദൈവവചനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും 10 ദ്രഹ്മ അതിലൊരെണ്ണം നഷ്ടപ്പെട്ടതായി കാണുന്നു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിനകത്ത് സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ ജനത്തിന് മനസ്സിലാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ അത് വളരെ ലളിതമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കുറേ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉപമയാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? അങ്ങനെയാണ് അവിടെ ചോദിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ വിവാഹം നിശ്ചയം ചെയ്യുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം നടത്താനായിട്ട് വിവാഹം ഉറപ്പിക്കുമ്പോൾ വിവാഹം കഴിയാൻ കടന്നു വരുന്ന പുരുഷൻ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഈ 10 ദ്രഹ്മ. സമ്മാനമെന്ന് വെച്ചാൽ ആ പുരുഷൻ എന്ന് മടങ്ങി വന്ന് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുവോ അതുവരെ ഈ ദ്രഹ്മ സൂക്ഷിക്കണം. അവരുടെ കൾച്ചർ അങ്ങനെയായിരുന്നു. കാരണം ആ ദ്രഹ്മ സൂക്ഷിക്കുന്നതിലുള്ള ആ ഉത്തരവാദിത്വം, ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം, അതിനകത്തുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് അവരുടെ ജീവിതം അതിനകത്താണ്, അതിൻ്റെ വാല്യൂ. അപ്പോൾ ഒരു ദിവസം അവളുടെ കയ്യിൽ നിന്ന് അതിലൊരെണ്ണം കാണാതെ പോയപ്പോൾ അവൾ വിളക്ക് കത്തിച്ച് അവളുടെ വീട്ടിലുള്ള സകല സാധനങ്ങളും അവൾ പോയ ഇടങ്ങളിലെല്ലാം നോക്കി അത് അവൾക്ക് തിരികെ കണ്ടു കിട്ടി. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വളരെ വേദനയായി ഇത് നഷ്ടപ്പെട്ടു പോയപ്പോൾ. കാരണം കല്യാണം നിശ്ചയിക്കപ്പെട്ട പുരുഷൻ തിരികെ വരുമ്പോൾ ഈ 10 ദ്രഹ്മ പുരുഷനെ തിരിച്ചേൽപ്പിക്കണം, എങ്കിൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. അപ്പോൾ അവളുടെ ജീവിതമാണ്, അവൾ അലസത കാണിച്ചത് കൊണ്ടായിരിക്കുവാണല്ലോ അത് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെടൽ അവളെ വളരെ ടെൻഷൻ അടുപ്പിച്ചു. പക്ഷേ അവൾക്കത് കണ്ടുകിട്ടി. അവളത് എടുത്തതിന് ശേഷം അവിടെ വായിക്കുന്ന അവളുടെ അയൽക്കാരത്തികളെയും അപ്പോൾ ഈ 10 ദ്രഹ്മ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും അറിഞ്ഞതാണ്, അയൽക്കാരും ബന്ധുക്കളും ഒക്കെ അറിഞ്ഞ ഒരു സംഭവമാണ്. അവരെയൊക്കെ വിളിച്ചു വരുത്തി, കാണാതെ പോയ എൻ്റെ ദ്രഹ്മ കണ്ടു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവിടെ വായിക്കുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ അല്പകാലം നാം ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്ക് ഭൂമിയിലെ വാസം ദൈവം നൽകിയ ഒരു ദാനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമില്ല എന്ന് പറയുന്നവരായാലും ആര് തന്നെ ആയാലും മനുഷ്യൻ്റെ ജീവിതം ദൈവം നൽകിയൊരു ദാനമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് വളരെ വിലയേറിയതാണ്. ആ ദൈവം നൽകിയ എത്ര സമയമാണോ അത്രയും സമയം നമുക്ക്
വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബൈബിളിലെ ആ ഒരു കാര്യം ദൈവം നൽകി ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ കൊടുത്തതുപോലെയാണ് ദൈവം നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ ചില 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. 10 കൽപ്പന ബൈബിളിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണോ എന്ന് ചിലർ ചോദിക്കുക. അല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ ഏക ദൈവത്തെ ആരാധിക്കുക, അന്യദൈവങ്ങളെ ആരാധിക്കാതിരിക്കുക, നമ്മൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, മറ്റ് അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, കൂട്ടുകാരൻ്റെ യാതൊന്നിനെയും മോഹിക്കാതിരിക്കുക, കൊല ചെയ്യാതിരിക്കുക, വ്യഭിചാരം ചെയ്യാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, കള്ളസാക്ഷ്യം പറയാതിരിക്കുക. ഇങ്ങനെ കുറേ വിലയേറിയ മർമ്മം ഏത് മനുഷ്യനും, ആർക്കും, ഭൂമിയിൽ ജീവിക്കുന്ന ആർക്കും നൽകിയിട്ടുണ്ട്. അത് പാലിപ്പാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്താൻ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ സമൂഹത്തിൽ വളർത്തുവാൻ, അങ്ങനെ കുറേയേറെ വിലപിടിപ്പുള്ള മൂല്യങ്ങൾ നമ്മൾ ഏത് ഗ്രന്ഥം പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വളരെ മൂല്യതയുള്ളവരാണ്. നമ്മുടെ ജീവിതം വളരെ മൂല്യമുള്ളതാണ്. ആകയാൽ നമുക്ക് ദൈവം നൽകിയ ഈ ജീവിതം നാം ജീവിച്ചു തീർക്കുമ്പോൾ അത് വളരെ വാല്യൂ ഉള്ളതാണെന്ന് കണക്കാക്കി നാം ജീവിക്കണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. ആ സ്ത്രീ അത് എന്നോടുകൂടെ നിങ്ങളെല്ലാവരും സന്തോഷിപ്പിൻ എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗം എങ്ങനെയാണ് വളരെയധികം സന്തോഷിക്കും. ആകയാൽ നമ്മുടെ ബന്ധങ്ങൾ, അതിൻ്റെ മൂല്യത, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം, ഇതൊക്കെ കണക്കിലെടുത്ത് ഭൂമിയിൽ നല്ലൊരു ജീവിതം ഓരോരുത്തർക്കും കാഴ്ചവെപ്പാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണും വരെ ബൈ.